മോർണിംഗ്. അപ്പം നമ്മളിപ്പം LAയിലാണുള്ളത്. അപ്പം ശ്രീലങ്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിലാണുള്ളത്, ബസ് സ്റ്റോപ്പിലായിട്ടുള്ളത്. ഈ ഒരു ബസ് സ്റ്റോപ്പിലാണ് ബസ് വരാം. റിയാസ്ക എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിരുന്നു. ഇന്നലെ നൈറ്റ് വാങ്ങി വെച്ചിരുന്നു. അപ്പം അത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ട് അവിടെ എത്തിയിട്ട് നല്ല ഭക്ഷണം കഴിക്കാമെന്നാണ്. അങ്ങനെ ഇപ്പം നമ്മൾ മെറീസയിൽ എത്തിയിട്ടുണ്ട്. ഗാലേൻ്റെ അടുത്തുള്ള മെറീസ നമ്മളെ ബീച്ചൊക്കെ വരുന്നൊരു സ്പോട്ടാണ്. മെറീസ നമ്മളെ പ്ലാനിലുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ LAയിൽ ഗാലയിലേക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ 241 രൂപയാണ് നാട്ടിലത്തെ. അപ്പം ഗാലയിൽ റൂം കിട്ടത്തില്ല. ഗാലയിൽ നിന്ന് 8 കിലോമീറ്റർ പോയിട്ട് വേണം നമുക്ക് റൂം എടുക്കാൻ. അപ്പോൾ നമ്മൾ മെറീസ് എന്തായാലും വരുന്നുണ്ട് വിസിറ്റ് ചെയ്യാൻ. അപ്പോൾ മെറീസിൻ്റെ അടുത്ത് തന്നെ റൂം എടുക്കാമെന്ന് വിചാരിച്ച് മെറീസിൽ ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇത് റിയാസ്ക ഫുഡ് കഴിക്കുകയാണ്. മഞ്ഞ കളറിലായിട്ട് കിട്ടും. പിന്നെ ഇതൊന്ന് ചീരപ്പേരിയാണ്. ഇത് നമ്മളെ ദാലാണ്. പിന്നെ മാങ്ങ ആണ്. പപ്പടം നോക്കിയേ. അപ്പം നമ്മൾ ഗാലയിലല്ല മെറീസയിൽ ഈ ഒരു ഹോം സ്റ്റേയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഇവിടെയുള്ള ആൾക്കാരെ ഒപ്പമാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഈ ഒരു ഹോം സ്റ്റേൻ്റെ പേര് സമൂ ഹോം സ്റ്റേ എന്നാണ്. യെസ്. ആൻഡ് ഇവിടെ ഡോഗ്സൊക്കെ ഉണ്ട് കേട്ടോ. 4-5 ഡോഗ്സൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ റിയാസ് ചെയ്ത് ഇവിടെ ഉണ്ട്. ആൻഡ് റൂം കാണിക്കാം. ഇതാണ് പേര്. booking.com വഴി നമുക്ക് ബുക്ക് ചെയ്യാം കേട്ടോ. ഈ റൂം നമുക്ക് വെറും $6 കിട്ടിയത്. $6 എന്ന് പറയുമ്പം 1900 ലങ്കൻ മണി. ഇന്ത്യൻ മണി ഏകദേശം ഒരു 400-500 രൂപ. ഫാനുണ്ട്, ടവൽസ് ഉണ്ട്. ആൻഡ് ഇതാണ് കേട്ടോ നമ്മളെ റൂം. മോസ്കിറ്റോ നെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പിന്നെ വാഷ്റൂം നമുക്ക് കോമൺ ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ വാഷ്റൂം. നല്ല വൃത്തിയുണ്ട്. ഇത് കിച്ചണാണ്. നമുക്ക് കിച്ചൺ ഉണ്ട് കേട്ടോ. നമുക്ക് കിച്ചൺ യൂസിന് ടീ കോഫിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു ഹോം സ്റ്റേയിൽ 2 നൈറ്റിലേക്ക് സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ച്. എനിക്കും റിയാസിക്കും നല്ല ഇഷ്ടമായി. ഈ ഹോം സ്റ്റേ ഭയങ്കര ഇഷ്ടമായി. അപ്പം നമ്മൾ ഒരു പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞിപ്പോൾ എത്തിയതേ ഉള്ളൂ. ഇതിൻ്റെ അടുത്ത് തന്നെ ഫുഡ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മൾ കുക്ക് ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ. നമ്മളിങ്ങനെ ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കാൻ വിചാരിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടെന്നു. അപ്പോൾ അത് നമ്മളെ റിയാസ് ഇവിടെ കുക്ക് ചെയ്യുന്നുണ്ട്. എന്താ അവസ്ഥ? യെസ്. എല്ലാ സാധനം വാങ്ങിയിട്ടുണ്ട്. ഇത് കേടാണ്. തൈരാണ്. പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പം റിയാസ് അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഇനിയിപ്പോൾ കുക്കറിന് പറഞ്ഞിട്ടുണ്ട്. കുക്കർ ഇപ്പോൾ ചോറൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അവർ ഇവിടുന്ന് കുക്കറൊക്കെ തരും. അതായത് പിന്നെ എന്താ പറയുക, ഗാലയിൽ വരികയാണെങ്കിൽ ഇവിടെ സ്റ്റേ അടിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ക ഒരു ഹോം സ്റ്റേ ലുക്കാണ്. പിന്നെ അതിൻ്റെ സൈഡിലുള്ള ആംബിയൻസ് ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ കിച്ചൺ ഫ്രീ ആണ്. സാധാരണ നമ്മൾ ഹോം സ്റ്റേ എടുക്കുമ്പോൾ കിച്ചണ് പിന്നെ അതിലുണ്ടെന്ന് പറഞ്ഞാലും എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇവിടെ അതൊന്നുമില്ല. കറക്റ്റ് എല്ലാ സൗകര്യം ഈ ഫാമിലി ചെയ്തു തരുന്നുണ്ട്. നല്ലൊരു അടിപൊളി ഫാമിലി, നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് നമ്മൾ 2 നൈറ്റിലേക്ക് ഇവിടെ സ്റ്റേ. റാംബോ വന്നിട്ടുണ്ട്. റാംബ. ഹലോ റാംബ, where are you?
ഉപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇത് ശ്രീലങ്കൻ പെപ്പർ ചിക്കൻ കറി കേട്ടോ. നാട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നാട്ടിലെ ചിക്കൻ കറിയും പിന്നെ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്, നല്ല മാറ്റമുണ്ട്. രണ്ട് ഫ്ലേവറാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ബൈക്ക് റെൻറ്റിന് എടുക്കുന്നത്. ഈ സ്ഥലത്ത് വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ ടാക്സി കിട്ടും, വെയിൽ വാച്ചിങ്ങിനുള്ള, സ്നോർക്കലിംഗ്, സർഫിങ്, ബോട്ടിങ്, ഫിഷിങ്, എയർപോർട്ട് പിക്കപ്പ് ഡ്രോപ്പ്, സഫാരി, സിം കാർഡ്, മണി എക്സ്ചേഞ്ച്, ബൈക്ക് റെൻറ്റ്, സ്പാ, യോഗ ക്ലാസ്, ക്ലോസ്, ലേഡീസ്, ജെൻസ് വെയർ എല്ലാം അവൈലബിൾ ആട്ടോ ഇവിടെ. പിന്നെ ഒരു ചെറിയൊരു കഫേ കൂടെ ഉണ്ട്, ഒരു ഫുഡൊക്കെ കിട്ടുന്ന ഒരു കഫേ ആണ്. നമ്മൾ ജ്യൂസ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ഉള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ബൈക്ക് റെൻറ്റിന് എടുക്കുന്നത്. പിന്നെ ഇവർ സ്നോർക്കലിങ് അങ്ങനെ മറ്റുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ എടുക്കുന്ന വണ്ടി. നാവി നാളെ ഇതേ സമയം. ഹലോ ബ്രദർ, ടുമോറോ സെയിം ടൈം റിട്ടേൺ. റൂമിലാ? യെസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോം ഉണ്ടാവും, ഈ ഫോം ഒക്കെ ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് 1,500 അവിടെ ബൈക്ക് റെൻറ്റിന് കിട്ടിയത്. അതായത് നാട്ടിൽ ഏകദേശം ഒരു 500 റുപ്യ, 400 റുപ്യ, 500 റുപ്യ ആ റേഞ്ചിലാട്ടോ നമുക്ക്. ഉള്ളത് ശ്രീലങ്കൻ്റെ ഫ്ലാഗൊക്കെ ഉണ്ട്. നമ്മളെ വണ്ടി എടുത്ത് ഇനി പോവാണ്. ആദ്യം പെട്രോൾ അടിക്കണം, എന്നിട്ട് നമ്മളിപ്പോൾ എങ്ങോട്ട് പോണേ? നമ്മളിന്ന് പോണേ? ഏത് ബീച്ച്? മിറീസ. മിറീസയിലെ കോക്കനട്ട് ഹിൽ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ കോക്കനട്ട് ഹിൽ ബീച്ചിൽ വന്നിരിക്കുകയാണ്. കോക്കനട്ട് ബീച്ചിലേക്ക് പോകുന്ന വഴിക്കാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഓരോ സ്റ്റേകളൊക്കെ ആണ്. ഇത് കുറച്ച് പേര് ഇവിടെ നിന്നിട്ട് ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത്, നൈസ് സ്പോട്ട് കേട്ടോ, അടിപൊളി സ്പോട്ടാണ്. നമുക്ക് ഇവിടെ അങ്ങനെ ഇരുന്നിട്ട് ഊഞ്ഞാലൊക്കെ ആടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. നൈസ് വൈബാണ്. നമ്മൾ ഇതിലേ വേണം കേട്ടോ കയറി പോവാൻ. കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കോക്കനട്ട്. ഇതിവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. ഇവിടുത്തെ ബോട്ടിൽ ഒരുപാട് പേര് മീനൊക്കെ പിടിക്കുന്ന കാണാം, ഫിഷിങ് ചെയ്യുന്ന കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ കോക്കനട്ട് ഹിൽ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റിസോർട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഈ സ്പോട്ടിലേക്ക് പോകുന്നത്. ഇതുപോലത്തെ കാടുകളൊക്കെ ആണ്. ഹലോ, മുള്ളുള്ള ചെടികളൊക്കെ കാണാം കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് വേണം പോകാൻ. ഈ കണ്ടൽക്കാടൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഒരു കാറ്റിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ കയറി ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ കയറി വന്നിട്ട് നമ്മൾ ഈ സ്പോട്ടിലെത്തും കേട്ടോ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി. അപ്പം ഈ ഒരു സ്പോട്ട് ഭയങ്കര ഫേമസ് ആയ സ്പോട്ടാട്ടോ. മിറീസയിലാണ് ഈ സ്ഥലം വരുന്നത്. മിറീസയിലാണ് ഈ കോക്കനട്ട് ഹിൽ ബീച്ച് വരുന്നത്. നമ്മളെ ഗാലേന്നൊരു 10-20 കിലോമീറ്റർ വരണം. മിറീസ ബീച്ചിൻ്റെ അടുത്ത് കോക്കനട്ട് ഹിൽ ബീച്ചിലാണ് പോന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ബീച്ച് ഇങ്ങനെ ചുറ്റിനും കാണാം.
അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. അതുപോലെ ഇവിടെ ബോട്ടിലൊക്കെ ഒരുപാട് പേര് ഫിഷ് ചെയ്യുന്നത് കാണാം. റിയാസ്ക ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. പിന്നെന്താ ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണൊക്കെ കാണാം. കൊള്ളാം. അപ്പോൾ ഒരുപാട് പേരുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലമാണ് കേട്ടോ കോക്കനട്ട് ഹിൽ ബീച്ച്. ഇനി നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള അടുത്ത ബീച്ചിലേക്കാണ് കേട്ടോ പോകണം. ഹലോ, അപ്പം നമ്മൾ മെറീസ ബീച്ചിൽ പോയിരുന്നു. ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, മഴ ആയതുകൊണ്ട് മെറീസ ബീച്ചിൻ്റെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നാളെ കാണിക്കുന്നതാണ്. മെറീസ ബീച്ച് അടിപൊളിയായിരുന്നു. ഷാക്കും ബാറും നല്ലൊരു വൈബായിരുന്നു മെറീസ ബീച്ച്. ഇവിടെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് മെറീസ ബീച്ച്. സോ ഇപ്പം നമ്മൾ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തൈരാണ്. ഇത് നമ്മളെ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് കുക്കുംബർ ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളം, പൊറോട്ട റെഡി. നമ്മൾ കഴിക്കും. എന്നിട്ട് അതിന് ശേഷം നമ്മളവിടെ ഉള്ള ഡോഗൊക്കെ ഉണ്ട്. റാമ്പക്കും പിന്നെ വേറൊരു ഡോഗൊക്കെ ഉണ്ട്. യെസ്, അപ്പോൾ നമ്മൾ തുടങ്ങട്ടെ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം. പൊറോട്ട കുറച്ച് കട്ടിയുണ്ട്, അത് കുഴപ്പമില്ല. ഒരു രക്ഷ കേട്ടോ, അടിപൊളി കിടിലൻ കറി, കൊള്ളാം. ഇതാണ് ശ്രീലങ്കൻ കറി, പെപ്പർ ശ്രീലങ്കൻ കറി. അതിന് തൈരുണ്ട്, തൈര് കഴിച്ചുകൊണ്ടിരിക്കാം, അടിപൊളി. ഇന്നത്തെ റിയാസ്കൻ്റെ ഒരു ആഗ്രഹം കുക്ക് ചെയ്ത് കഴിക്കണം എന്നുള്ള ആഗ്രഹം സാധിച്ചു. നാളെ നമ്മൾ ഇതേ പ്ലാനിങ്ങാണ്. സാധനം വാങ്ങാൻ, കുക്ക് ചെയ്യാം. സാധനം ഇപ്പം ഉണ്ട്. ഇനി പൊറോട്ട കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് നാളെ റൈസ് ആക്കാം, നാളെ നെയ്ച്ചോറാക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ മിറീസയിൽ നൈറ്റ് ഇത് ഇവിടെ ഒരു ഷോപ്പിൽ വന്നതാണ് കേട്ടോ. പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഷോപ്പാണ്. ദിസ് ടീഷർട്ട് ഹൗ മച്ച്? ഇത് 2000 ടീഷർട്ടാണ് കേട്ടോ. പിന്നെ ഈ സാധനമൊക്കെ 1800, അതായത് ശ്രീലങ്കൻ മണിയാണ്. 2000 എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഏകദേശം നാട്ടിലൊരു 500 രൂപ, നാട്ടിലൊരു 400 രൂപ. യെസ്. പിന്നെ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. ലേഡീസിൻ്റെ ഉണ്ട്. ഇത് ഏതൊക്കെ ലേഡീസിന് പറ്റിയ സാധനമാണ്. പിന്നെ അത് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. യെസ്, ഇവിടെ ഇതൊക്കെ ലേഡീസിന് പറ്റിയ ഐറ്റംസ് ആണ്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഒരു ബീച്ചിലേക്ക് ഇടാൻ പറ്റിയൊരു ഒരു മൂഡ് സാധനങ്ങളാണ് കേട്ടോ ഈ ഒരു ഐറ്റം. പിന്നെ ഈ പാൻറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇതൊക്കെ ശ്രീലങ്കൻ സ്റ്റൈലാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ദീദി കൊള്ളാം. പിന്നെ ചെറിയ കുട്ടികൾക്ക് പറ്റിയ സാധനം ഉണ്ട് കേട്ടോ. നമുക്ക് മിറീസ ബീച്ചിൽ വന്നാൽ അതിൻ്റെ അടുത്ത് നമുക്ക് തന്നെ കാണാം. ഹൗ മച്ച് പ്രൈസ്? This one 2005. This. ഓക്കെ. This 2000. ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആട്ടോ. നോക്കി സെൻറ്ററിൽ ഇത്ര ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. സർവാൾ സർവാളിന് LED pants. നൈസ് നൈസ്. അതൊക്കെയാണ് ലേഡീസിന്. ഇതൊക്കെ ജെൻസിന് പറ്റിയ ഐറ്റംസ് ആണ്. ഒക്കെ ഒരു സീ മൂഡാട്ടോ. ബീച്ചിലേക്ക് ഇടാൻ പറ്റിയൊരു ടൈപ്പ് സാധനങ്ങളാണ്. നല്ല ഭംഗിയുണ്ട്. ഇത് ഈ ഷർട്ടൊക്കെ നോക്കിയേ, വെറൈറ്റി കേട്ടോ.
അങ്ങനെ അതെ ഞാനൊരു ഷർട്ട് എടുത്തിട്ടുണ്ട്. കാണിക്കാം. ഞാൻ ഈ ഒരു ഷർട്ട് എടുത്തു. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. നാട്ടിൽ 500 രൂപയുള്ളൂ. എനിക്കിഷ്ടമായി. പിന്നെ അത് ഏതൊക്കെ ഷർട്ടാട്ടോ ഈ കാണുന്ന എല്ലാം ഷർട്ടാണ്. അപ്പോൾ നോക്കിയേ, ഒക്കെ ഒരു ബീച്ചിലേക്ക് ഇടാൻ പറ്റിയൊരു 3 സാധനങ്ങളാണ്. ഇത്രയും കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. ഒരു അടിപൊളി ഡോഗ് ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ 2 ഡോഗ് ഉണ്ട്. അതുപോലെ ക്യാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതേ ഡോഗ് അതാ. പിന്നെ ഒരു ക്യാറ്റൊക്കെ ഉണ്ട്. ഇതേ ഇവിടെ ഒരു ക്യാറ്റ് ഇരിക്കുന്നു. ഇവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പല ടൈപ്പിലുള്ള കളക്ഷൻസ് ഉണ്ട്. ലേഡീസിന് പറ്റിയതുണ്ട്. ഇതേ ഈ ട്രൗസറൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. 2000 രൂപയുള്ളൂ. അതായത് നാട്ടിൽ 500 രൂപ. പിന്നെ അതുപോലെ ഇതൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് ഈ സാധനം. പിന്നെ ഈ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ആന കൊള്ളാം. ഈ ഷോപ്പ് റെക്കമെൻഡ് ചെയ്യുന്നു. വരുന്നവരൊക്കെ കയറാം, പർച്ചേസ് ചെയ്യാം. ദീദി യുവർ നെയിം? വിശാഖ ചേച്ചിയുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ, മീറീസിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പിൽ കയറാൻ എല്ലാവരും ട്രൈ ചെയ്താൽ നോക്കിയാൽ ഈ ബാഗൊക്കെ നോക്കിയാൽ വെറൈറ്റി ബാഗുകളുണ്ട്. വീട്ടിലേക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ബാഗ്. യു നൈസ് വർക്ക്. ഹൗ മച്ച് ദിസ് ബാഗ്? This 2000. This is my sister made. Very nice. So we made. വെരി നൈസ്. ഇതൊക്കെ ഇവരുണ്ടാക്കുന്ന കേട്ടോ. ഇവരെന്നെ ഉണ്ടാക്കുന്നതാണ്. വിശാഖ ചേച്ചീൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ 2000 രൂപയുള്ളൂ കേട്ടോ. നാട്ടിൽ 500 രൂപ. നല്ല ഭംഗിയുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതുപോലെ ചെറിയ ചെറിയ ബാഗുകളൊക്കെ ഉണ്ട്. കൊള്ളാം, അടിപൊളി. പീസ ബീച്ചിലെ നൈറ്റിലെ കാഴ്ചകളാണ് കേട്ടോ. നൈറ്റിൽ ഇതേ അവരിവിടേക്ക് ഇങ്ങനെ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് ട്രീൻ്റെ മുകളിൽ ലൈറ്റൊക്കെ പിടിപ്പിച്ച് ചെറിയ ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഫിഷൊക്കെ അവർ പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്ത് തരും. ഇത് നമ്മളെ ഓയിസ്റ്ററാണ്, ഓയിസ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ദേ ഇതുപോലത്തെ ക്ലബുകളൊക്കെ ആണ് കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേക തരം മീനുണ്ട്. ഇതിനെന്താ പറയാന്ന് പറയില്ല. ഇതിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ചെമ്മീനൊക്കെ ഉണ്ട്, പ്രോൺസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കിയേ, എന്തോ ഒരു വലിയ സാധനം നോക്കിയേ. കൊള്ളാം. അവിടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈയൊരു ഗൈസ് ഞാൻ നനഞ്ഞ് കുഴപ്പമില്ല. ഇവിടെ ഇയാളെ ബർത്ത്ഡേ ആണ് കേട്ടോ. കൊള്ളാം, ഈ ഒരു ആംബിയൻസ് കൊള്ളാം, അടിപൊളി. അപ്പം ഇങ്ങനെ ഇവിടെ ഓരോ കഫേ ഷാക്കിൻ്റെ മുന്നിൽ ഇതുപോലെ ആ ഒരു ഫിഷൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഫിഷൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതൊരു തരം. ഇതിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ ഒരു പുതിയ കാഴ്ചവുമായി വരുന്നതാണ്. ശ്രീലങ്കയിലെ ഗാലയിലെ കാഴ്ചവുമായി വരുന്നതാണ്. അപ്പം അതുവരേക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.